അലിൻ ജോസ് പെരേരനെ എല്ലാവർക്കും അറിയാവുന്നതാണ്. പക്ഷെ ഇപ്പോൾ ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം ഒരു പരിപാടിക്ക് വന്ന ആ ഒരു മനുഷ്യനെ എന്തോ ആകട്ടെ അദ്ദേഹം ഒരു മനുഷ്യനാണ് ആട്ടി ഓടിക്കുക, അതായത് തല്ലി ഓടിക്കുന്ന ഒരു അവസ്ഥയാണ് കണ്ടത്. വീഡിയോ ഒന്ന് കാണാം ആദ്യം. അപ്പോൾ ഇതൊന്നും ശരിയായ ഒരു നടപടിയായിട്ട് തോന്നുന്നില്ല. കാരണം എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും അദ്ദേഹവും ഒരു മനുഷ്യനാണ്. അലിൻ ജോസ് പെരേര എന്ന് പറയുന്ന വ്യക്തിനെ പട്ടിയെ എറിഞ്ഞ് ഓടിക്കുന്ന പോലെയാണ്, അല്ലെങ്കിൽ പട്ടിക്കിട്ട് തല്ലുന്ന ഒരവസ്ഥ. അതായത് ഒരു മനുഷ്യനെ ഇങ്ങനെയൊക്കെ ചെയ്യേണ്ട കാര്യമുണ്ടോ? കാര്യം അയാൾ ചെയ്യുന്നത് എന്താ പറയുന്നത്, അയാൾ ഓരോ സാധനങ്ങൾ സർക്കാസ്റ്റിക് ആയിട്ട് തമാശ രൂപേണ ചെയ്യുന്നു. ഓരോ സിനിമകളുടെ സ്പൂഫ് അല്ലെങ്കിൽ കട്ടിങ് എടുത്ത് അദ്ദേഹത്തിൻ്റെതായ രീതിയിൽ പ്രസന്റ് ചെയ്യുന്നു. അപ്പോൾ അത് തമാശ രൂപേണ, അതിന്റെ അകത്ത് ഒരു തമാശ പോലെ എന്തെങ്കിലും, അല്ലെ ആളുകളുടെ ശ്രദ്ധ ആകർഷിക്കുവാൻ വേണ്ടിയിട്ടാണ് ആ ഒരു രീതിക്ക് അനുസരിച്ച് അദ്ദേഹം ആ ഒരു ചെറിയ മേക്ക് ഓവർ നടത്തി പരിപാടികൾ ചെയ്യുന്നത്. അത് കാണേണ്ടവർക്ക് കാണാം, അല്ലാത്തവർ കാണണ്ട. പക്ഷെ ഒരു കാര്യമുണ്ട്, ഈ അലിൻ ജോസ് പെരേര എന്ന് പറയുന്ന വ്യക്തി എ ജെ പി എന്ന് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഒരു പേര് നെഗറ്റീവ് പബ്ലിസിറ്റിയിൽ കൂടെ ആണെങ്കിൽ പോലും ഉണ്ടാക്കിയിട്ടുണ്ട്. നെഗറ്റീവ് പബ്ലിസിറ്റി എന്ന് പറഞ്ഞാൽ പോലും അലിൻ ജോസ് പെരേര എന്ന് പറഞ്ഞാൽ കൊച്ചു കുട്ടികൾക്ക് പോലും അറിയാവുന്നതാണ്. അദ്ദേഹത്തിനെയാണ് ചുമ്മാ ഒരുമാതിരി വഴിയെ പോകുന്നവനും വരുന്നവനും എല്ലാം കീറിത്തല്ല. അതും കടാകടിയന്മാരെ കുറച്ച് ബൗൺസേഴ്സ് ആണെന്ന് ഓർക്കണം. ഈ മസിലന്മാരൊക്കെ എന്തിനാണ് ഇങ്ങനെ ഈ കൊണ്ടുവരുന്ന പ്രൊട്ടക്ഷൻ? ഏതെങ്കിലും ഒരു ഫിലിം സ്റ്റാറോ ആരെങ്കിലും വരുന്നതിന്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് കൊണ്ടുവരുന്നതാണ്, ശരിയാണ്, അതിന് ആവശ്യമുണ്ട് ബൗൺസേഴ്സിന്. പക്ഷേ ഇങ്ങനെ ഒരു വ്യക്തിനെ അവിടുന്ന് അത്രയും ആളുകളുടെ മുന്നിൽ വെച്ച് ആട്ടി ഓടിക്കേണ്ട കാര്യം എന്തായിരുന്നു? അവിടെ അതിനു മാത്രം വലിയൊരു സീൻ ഉണ്ടാക്കിയിട്ടുണ്ടോ? അവിടെ അങ്ങനെ ചെയ്യേണ്ട ഒരു കാര്യമില്ല. വീഡിയോ കണ്ടപ്പം ഭയങ്കര ഒരു നമുക്ക് വിഷമം തോന്നും. എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യനോട് ഇങ്ങനെ ചെയ്യുക എന്ന് പറഞ്ഞാൽ ശരിക്കും അദ്ദേഹത്തിനെ പലരും കാണുന്ന ഒരു കോമാളിയായിട്ടും ഒക്കെ ആയിരിക്കും. ശരിയാണ്, അയാൾ കോമാളിത്തരങ്ങൾ കാണിക്കുന്നുണ്ട്. പക്ഷേ ആ ഒരു കോമാളിത്തരങ്ങൾ കൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ജീവിച്ചു പോകാനുള്ള വരുമാനം ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ അകത്തെ കാര്യം. പല ആളുകളും മനസ്സിൽ അംഗീകരിച്ചിട്ടുള്ള ഒരു വ്യക്തി കൂടെയാണ്. അത് സിനിമ മേഖലയിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലായിട്ടുള്ള കാര്യമാണ്. സിനിമാ മേഖലയിൽ അലിൻ ജോസ് പെരേര എന്ന് പറയുന്ന വ്യക്തിയെക്കുറിച്ച് അത്യാവശ്യം അറിയാം. ഇത് അലിൻ ജോസ് പെരേരയാണ്, ഇങ്ങനെ ഒരാൾ വന്നു നിന്നാൽ ഇത് അവനാണ്, ഇത് അലിൻ ജോസ് പെരേരയാണെന്ന് ആളുകൾക്ക് തിരിച്ചറിയാൻ പാകത്തിനൊരു ഐഡന്റിറ്റി ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അലിൻ ജോസ് പെരേരയെ കുറിച്ച് പറയുമ്പോൾ തന്നെ ആറാട്ടണൻ എന്ന് പറയുന്ന വ്യക്തിയും ഇതുപോലെ തന്നെ സ്ക്രീനിൽ വന്നിട്ടുള്ളത്. സ്ക്രീനിലല്ല, ഈ ആളുകൾക്കറിയാം ആറാട്ടണൻ എന്ന് പറഞ്ഞാലും. ആറാട്ടണൻ, അലിൻ ജോസ് പെരേര, അതൊക്കെ ഒരു യൂണിവേഴ്സ്, അവരുടേതായ രീതിയിൽ ഓരോ കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്തലും കാര്യങ്ങളും എല്ലാം ഉണ്ടെങ്കിൽ പോലും അവർ തമ്മിലും എന്താ പറയുന്നത്, അവർ തമ്മിൽ മത്സരിക്കുകയാണെങ്കിലും അവർക്ക് പേരെടുക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിലാണ് ഇവർക്കൊക്കെ ഇങ്ങനെയുള്ള ദുരനുഭവങ്ങൾ ഉണ്ടാകുന്നത്. മാത്രമല്ല, നമ്മൾ പല സമയവും കണ്ടിട്ടുണ്ട് ഈ പറയുന്ന പോലെ ഈ ആറാട്ടണ്ണനെ ആണെങ്കിൽ പോലും പല ആളുകളും ചില സ്ഥലങ്ങളിൽ വെച്ച് എന്താ പറയുന്നത് കുത്തിന് പിടിച്ച് ഇറക്കി വിടുന്നതും ബഹളം ഉണ്ടാക്കുന്നതും ഒക്കെ. എന്തിനാണ് ഇവരെ ഇങ്ങനെ അവരുടെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ കാണിച്ചു പോകുന്നു? ആർക്കെങ്കിലും ദ്രോഹം ഉണ്ടാക്കുന്നുണ്ടോ? ആരെങ്കിലും ദ്രോഹിക്കുന്നുണ്ടോ? ഇല്ല. എല്ലാ തരത്തിലുള്ള ആളുകളും ഈ ലോകത്തിലുണ്ട്. എല്ലാ തരത്തിൽ പല വ്യത്യസ്ത സ്വഭാവത്തിലുള്ള ആള് ഉണ്ട്. പക്ഷെ നമ്മളത് അക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കണം. ഈ അലിൻ ജോസ് പെരേര എന്ന് പറയുന്ന വ്യക്തിനെ ഇങ്ങനെ ചവിട്ടി ഓടിക്കാനും തള്ളാനും മാത്രം അത്രയ്ക്ക് മേന്മയുള്ള ആളുകളാണ് ഉള്ളത്. അദ്ദേഹത്തിനെ ചവിട്ടാനും തെറി പറയാനും കളിയാക്കാനും ഉള്ളവർ സ്വയം ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ഞങ്ങൾ ആരാണ്, അല്ല മറ്റേ നമ്മുടെ ഒരു തരത്തിലെ ഞാൻ ആരായിട്ടാന്ന് ചിന്തിക്കേണ്ട ഒരു അവസ്ഥയാണ്.
പണ്ട് ഇപ്പൊ ഈ ഞാൻ ആരാ ഏട്ടാന്ന് പറഞ്ഞ ഡയലോഗ് പറഞ്ഞപ്പോൾ ഉണ്ണിക്കണ്ണൻ മംഗളണ്ടാമിനെ പോലും ഓർത്തുകയാണ്. അദ്ദേഹത്തിനെ എത്രയോ പേര് കളിയാക്കിയിട്ടുണ്ട്. പക്ഷെ അദ്ദേഹത്തിൻ്റെതായ ഒരു വ്യക്തി മുദ്ര പതിപ്പിച്ചിട്ടുണ്ട് ഉണ്ണിക്കണ്ണൻ എന്ന് പറയുന്ന പോലെ അലിൻ ജോസ് പെരേര എന്ന് പറയുന്ന ഈ വ്യക്തി കാണിക്കുന്നതും അദ്ദേഹത്തിന് ആളുകളുടെ ഇടയിൽ ഒരു സംസാര വിഷയമാകാൻ വേണ്ടിയിട്ടും, പ്ലസ് ഇവരുടെ എല്ലാം ഉദ്ദേശം ഏതെങ്കിലും സിനിമയിലൊക്കെ ഒരു ചാൻസ് കിട്ടുക, അല്ലെങ്കിൽ ചാൻസ് കിട്ടി അതിനു വേണ്ടിയിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. അലിൻ ജോസ് പെരേര എന്ന് പറയുന്ന ആളെ ശ്രദ്ധിച്ചു തുടങ്ങിയത് എന്നുപോലാന്ന് വെച്ചാൽ സിനിമയ്ക്ക് റിവ്യൂ പറയുന്നു. ഒരു സാധാരണ രീതിയിലുള്ള റിവ്യൂ അല്ല, നിന്ന് ഡാൻസ് കളിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെതായ സ്റ്റെപ്പിൽ ഡാൻസ് കളിച്ച് സിനിമയെക്കുറിച്ച് അഭിപ്രായം പറഞ്ഞു. അന്ന് മുതലാണ് ഇദ്ദേഹത്തെ ശ്രദ്ധിക്കാൻ തുടങ്ങി. ഇയാൾ ഇതെന്തായി കാണിക്കുന്നതെന്നുള്ള ചിന്ത വന്നു. പിന്നീട് വീണ്ടും കാണുമ്പോൾ അവൻ പിന്നെ വന്നോ, വീണ്ടും സ്ക്രീനിൽ കാണുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ മനസ്സിൽ അലിൻ ജോസ് പെരേര എന്ന പേരും ആ ഒരു മുഖവും മനസ്സിൽ പതിയുകയാണ്. അപ്പം ഉറക്കത്തിൽ പോലും, അല്ലെങ്കിൽ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് വന്ന എടാ അലിൻ ജോസ് പെരേര നിനക്ക് അറിയാവുന്ന അത് നമ്മുടെ മറ്റേ അവനല്ലേ എന്ന് ഉറപ്പായിട്ടും പറയും. കാരണം അങ്ങനെ ഒരു വ്യക്തി മുദ്ര അദ്ദേഹം ഉണ്ടാക്കിയിട്ടുണ്ട്. നെഗറ്റീവ് പലരും പോസിറ്റീവ് പബ്ലിസിറ്റിയിൽ കൂടെ ആളുകളുടെ ഇടയിൽ ശ്രദ്ധ നേടാൻ ശ്രമിക്കുമ്പോഴും ചില ആളുകൾ ഫെയിം നഷ്ടപ്പെടുന്ന സാഹചര്യങ്ങളുണ്ട്. ഒരു കാലഘട്ടത്തിൽ ഒരു സമയം വരെ സിനിമയിലോ അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങളിലോ തിളങ്ങി നിന്നതിന് ശേഷം പിന്നീട് അവരുടെ ആ ഒരു പെരുമയും അല്ലെ അയാൾ ഇപ്പോഴും ഉണ്ടോ, അയാൾ അവിടെയൊക്കെ ഉണ്ടോ എന്ന് നമ്മൾ ചോദിക്കുന്ന പല സാഹചര്യങ്ങളിലും അലിൻ ജോസ് പെരേര എന്ന് പറയുന്ന വ്യക്തിയും അല്ലെ അവരുടെ ആ യൂണിവേഴ്സിറ്റിയിലുള്ള ആളുകൾ അവരെപ്പോഴും കളത്തിലുണ്ട്. ഏതെങ്കിലും രീതിയിൽ കുറച്ച് തമാശ രൂപേണയോ സർക്കാസ്റ്റിക് വീഡിയോയോ അല്ലെങ്കിൽ നമ്മൾ പറയത്തില്ലേ ചളി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക, ചളി വീഡിയോ ഇവൻ എന്നെ കാണിക്കുന്നത്, അങ്ങനെയൊക്കെ തോന്നിക്കണമെങ്കിലും നമ്മുടെ മുന്നിൽ ഇങ്ങനെ ഒരു വ്യക്തി ഉള്ളത് കൊണ്ടല്ലേ, ഇങ്ങനെ ഒരു വ്യക്തി എന്തെങ്കിലും കാണിക്കുന്നുണ്ടല്ലേ. പക്ഷെ ഒരു കാര്യം, സാധാരണക്കാരുണ്ടാക്കുന്ന ഒരു മാസം ഉണ്ടാക്കുന്നതിൽ കൂടുതൽ പണം അവർ സമ്പാദിക്കുന്നുണ്ട് എന്നുള്ളതാണ്. മനുഷ്യൻ ജീവിക്കുമ്പോൾ മനുഷ്യന് അത്യാവശ്യമുള്ളൊരു കാര്യമാണ് പണം സമ്പാദിക്കാനായിട്ട് അദ്ദേഹത്തിൻ്റെതായ വഴി തെരഞ്ഞെടുത്ത് പോകുന്നു. ഭാവിയിലേക്ക് സിനിമയൊക്കെയാണ് സ്വപ്നം കാണുന്നത്. പക്ഷെ അവിടം വരെയൊക്കെ എത്തിപ്പെടുന്ന തരത്തിൽ എത്തിപ്പെടുമായിരിക്കും. കാരണം അദ്ദേഹം വർക്ക് ചെയ്ത് നമ്മൾ ഈ പറയത്തില്ലേ, നമ്മൾ ഓരോ കാര്യങ്ങളും വർക്ക് ചെയ്താണ് ആ ക്ലാരിറ്റി ഉണ്ടാകുന്നത്, ഒരു ക്ലിയർ ആകുന്നത്. നമ്മുടെ ഇപ്പൊ അഭിനയത്തിന്റെ കാര്യത്തിലാണെങ്കിൽ പോലും ചിലർക്ക് ജന്മന അവർക്ക് അതിന്റെ ഒരു സിദ്ധി കിട്ടും, ചിലർക്ക് അല്ലാതെ ഹാർഡ് വർക്ക് ചെയ്യണം എന്ന് പറയുന്ന പോലെ ഇവരും ഇതുപോലെ തന്നെ ഏത് പഴക്കം വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി പല കാര്യങ്ങളും പഠിച്ചെടുക്കുമായിരിക്കും. അങ്ങനെ വരുമ്പോഴത്തേക്കും ഏതെങ്കിലും അദ്ദേഹത്തിന് പറ്റിയ റോളുകളും കാര്യങ്ങളും സിനിമ വരുമ്പോൾ ഉറപ്പായിട്ട് വരും. പക്ഷെ ഇവിടെ ഈ കാണിച്ച കാര്യം ഭയങ്കര മോശമായി പോയി. ഞാൻ അലിൻ ജോസ് പെരേരയെ കുറിച്ചൊക്കെ ഇത്രയും പറയണം എന്നുണ്ടെങ്കിൽ വേറൊന്നുമല്ല, എന്നെ പോലെ തന്നെ ആൾക്കാർ പറയും. കാരണം നമ്മുടെ ഏതെങ്കിലും സമയങ്ങളിൽ എവിടെയെങ്കിലുമൊക്കെ നിൽക്കുമ്പോൾ അറിയാതെ അലിൻ ജോസ് പെരേര ഒരു വിഷയമായിരിക്കും. എന്തെങ്കിലും കാര്യത്തിൽ നീ ആ അലിൻ ജോസ് പെരേരയെ പോലെയല്ലേ, ഏതെങ്കിലും രീതി കളിയാക്കിയിട്ടാണല്ലോ അല്ലാതെയാണല്ലോ അദ്ദേഹത്തിന്റെ പേരിറങ്ങി വരുന്നുണ്ട്. അപ്പോൾ ഇത്രയും വർഷങ്ങളായിട്ട് എന്ന് പറഞ്ഞാൽ അവരൊക്കെ വന്നിട്ട് കുറച്ച് വർഷങ്ങളെ ആയിട്ടുള്ളൂ ഈ ഒരു അവരുടേതായ ലോകം സൃഷ്ടിച്ചു കൊണ്ടുവരുന്നത്. ആ സമയം കൊണ്ട് തന്നെ ആ ഒരു പേര് ചെറിയ പിള്ളേർ തൊട്ട് അത്യാവശ്യം യുവാക്കളുടെ ഇടയിൽ വരെ അറിയാം അലിൻ ജോസ് പെരേര ആരാണ്, എന്താണ്, എങ്ങനെ വന്നു എന്നുള്ളത്. പിന്നെ അറിയാൻ മേലാത്ത ആളുകളും ഉണ്ട് കേട്ടോ, അവരെ നമുക്കൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ ഇതൊന്നും ശ്രദ്ധിക്കാതെ പോകുന്ന ആളുകളാണ്. പക്ഷെ നമ്മൾ ഒരു സമൂഹത്തിൽ നമ്മൾ ഇറങ്ങി ചെല്ലുമ്പോൾ നമ്മൾ പല രീതിയിലുള്ള ആളുകളെ നമ്മൾ കാണാറുണ്ട്, പല സ്വഭാവത്തിലുള്ള ആളുകളെ നമ്മൾ കാണാറുണ്ട്, പല ക്യാരക്ടേഴ്സ്. ചില ആളുകളെ എസ്പെഷ്യലി നമ്മൾ പ്രത്യേകമായിട്ട് ആളുകളെ ശ്രദ്ധിക്കണമെങ്കിൽ അവർ പ്രത്യേകതയുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യണം. അങ്ങനെ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അലിൻ ജോസ് പെരേര. ആ പെരേരനെ തല്ലി ഓടിക്കേണ്ട കാര്യമൊന്നുമില്ല, ഒരു മനുഷ്യനാണ്, ചോരയും നീരുമുള്ളൊരു മനുഷ്യനാണ്. ഒന്ന് തല്ലിയ തിരിച്ചു തല്ലത്തില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് ഇതുപോലെ ആക്രമിക്കാൻ ചെല്ലുന്നത്. ഏതെങ്കിലും കുറച്ചുകൂടെ തിരിഞ്ഞു നിന്ന് രണ്ടടി പൊട്ടിക്കുന്ന ഒരു ടൈപ്പ് ഒരു മനുഷ്യനാണെങ്കിൽ ഒന്ന് പേടിക്കും ആരാണെങ്കിൽ പോലും. പിന്നെ കൂട്ടം കൂടിയിട്ട് ഒരുത്തനായിട്ട് ആക്രമിക്കുക എന്ന് പറയുന്നത് അത്ര മിടുക്കുള്ള കാര്യമൊന്നുമില്ല. അതാണ് ഇവിടെ വേറൊരു സംഭവം. കൂട്ടം കൂടി ആക്രമിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതിപ്പോ ആരാണല്ലോ, എത്ര വലിയ കടാകടിയനാണെങ്കിലും 10 പേര് കൂടി തല്ലാൻ വരുമ്പോഴത്തേക്ക് അവൻ എത്ര നേരം ഡിഫെൻഡ് ചെയ്ത് നിൽക്കാൻ പറ്റത്തില്ല. നിന്ന് മേടിക്കാനേ പറ്റുള്ളൂ, അല്ല ഓടി രക്ഷപ്പെടാന്നേ ഉള്ളൂ. അതൊക്കെ തന്നെ ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. ഇങ്ങനെയൊന്നും ആരോടും ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതിപ്പോ ഏത് മനുഷ്യനാണെങ്കിൽ പോലും, എത്ര ആളുകൾക്ക് എത്ര താല്പര്യം ഇല്ലാത്തൊരു വ്യക്തിയാണ്, അവരെ ആ വഴിക്ക് വിടുക. താല്പര്യം ഇല്ലാത്ത വ്യക്തിയാണ്, അവരെ മേളിലോട്ട് കുതിര കയറാൻ പോകുന്ന എന്തിനാ? കൂട്ടം കൂടിയിട്ട് കല്ലെറിഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? നിരായുധനായിട്ട് നിൽക്കുന്ന, അല്ലെങ്കിൽ തിരിച്ചാക്രമിക്കത്തില്ല എന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തി, അല്ലെങ്കിൽ ആക്രമിക്കാത്ത ഒരു വ്യക്തി,
ആ ഒരു വ്യക്തിയെ കൂട്ടം കൂടി എറിഞ്ഞിട്ട് ആർക്കാണ് ഇത്ര ഒരു സുഖം കിട്ടുന്നത്? ഉറങ്ങാൻ കിടക്കുമ്പോൾ മനസ്സമാധാനത്തോടുകൂടി ഉറങ്ങാം, അവനിട്ട് രണ്ടെണ്ണം പൊട്ടിച്ചു. അങ്ങനെ പൊട്ടിക്കാൻ മാത്രമുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തിട്ടാണെങ്കിൽ പൊട്ടിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഇത് അവരവരുടേതായ രീതിയിൽ ഓരോ കാര്യങ്ങൾ ചെയ്തു പോകുന്നതല്ലേ. അതിൻ്റെ അകത്ത് കയറിയിട്ട് ഇങ്ങനെ കാണിക്കുന്ന കാണുമ്പോഴത്തേക്കും മോശമാണ്. മോശം മോശം എന്ന് തന്നെ പറയണം. കാരണം കൂട്ടം കൂടി ആക്രമിക്കുന്നത് എന്താ പറയുന്ന, ഏകദേശം നമ്മൾ ഈ വഴിയെ പോകുന്ന പട്ടിക്കിട്ട് കല്ലെറിയുക എന്ന് പറയത്തില്ല, എന്ന് പറയുന്ന പോലെ ഒരു മനുഷ്യനാണ്. മനുഷ്യന് ഇങ്ങനെ ചെയ്യേണ്ട കാര്യങ്ങളില്ല. തെറ്റുകളുണ്ടെങ്കിൽ അത് ചോദ്യം ചെയ്യപ്പെടണം 100%. അല്ലാതെ ഇങ്ങനെ 10 പേര് കൂടുമ്പം ഒരാളെ കളിയാക്കി ഓടിക്കുക എന്ന് പറയുന്നത് മിടുക്കായിട്ടുള്ള കാര്യമൊന്നുമല്ല. കണ്ടപ്പം എനിക്ക് ഇത്രയെങ്കിലും പറയണം തോന്നി. മനുഷ്യനാണ്, മനുഷ്യന്മാരെ മനസ്സിലാക്കുക. ചുമ്മാ കയറി നിരായുധനായിട്ടും തിരിച്ചാക്രമിക്കുകയല്ലാത്തതായിട്ടുള്ള ഒരുത്തനെ കയറി തല്ലുകയോ ഉന്തുകയോ ഒക്കെ ചെയ്യുന്ന അത്ര മിടുക്കുള്ള കാര്യമല്ല.